എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൂടെ ചെയ്യണം. പിന്നെ പുതിയ കൂട്ടുകാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ ജീൻസ് കിട്ടിയിട്ടുണ്ട്. ആ ജീൻസ് വെച്ച് ചെയ്തെടുത്ത കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് കാണിക്കുന്നത് കേട്ടോ. ഒരു ഹാൻഡ് ബാഗും ഒരു സ്ലിം ബാഗും പിന്നെ നമ്മുടെ തലയിലിടുന്ന ഹെയർ ബണ്ടില്ലേ അതും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒറ്റ ജീൻസിൽ ചെയ്തെടുത്താണ്. അപ്പോൾ പഴയ ജീൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതെങ്ങനെയാണ് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലൊന്ന് ചെയ്തെടുക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് പഴയ ജീൻസ് എന്ന് പറഞ്ഞ ജീൻസ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ പഴയ ജീൻസ് എടുത്തിട്ട് ഇതുപോലെ നേരെ ഒന്ന് ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു സ്കെയിൽ എടുത്തിട്ട് കറക്റ്റ് ഈ ഒരു ഭാഗം വെച്ച് നേരെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ മേൽഭാഗം നമുക്കൊരു ഹാൻഡ് ബാഗ് ആക്കി ഉപയോഗിക്കാൻ പറ്റും. പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് പോക്കറ്റും കാര്യങ്ങളും ഒന്നും വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീൻസിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം പോക്കറ്റുണ്ട്. ഇതുപോലെ നേരെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം എന്നിട്ട് ഇവിടെ ഫ്രണ്ട് ഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്യുക. അതിന് ടേപ്പ് വെച്ച് അളക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ ലെവലായിട്ട് അങ്ങ് കട്ട് ചെയ്യുക. ഇനി നമുക്ക് വള്ളി വേണം കേട്ടോ. അപ്പോൾ വള്ളി എടുക്കുന്ന നീളം പറയാവോ. ഒരു 20 ഇഞ്ച് നീളത്തിൽ വള്ളി എടുത്താൽ മതി. 1/2 ഇഞ്ച് വീതിയും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്തതിൻ്റെ താഴോട്ടുള്ള ഒരു ഭാഗം എടുത്തിട്ട് അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇതുപോലെ ഓപ്പൺ ചെയ്തെടുത്തിട്ട് ഇനി അതിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് 2 വള്ളിക്കുള്ള തുണിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഹാൻഡ് ബാഗിനുള്ള വള്ളിക്കുള്ള തുണിയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു വള്ളിയുടെ നീളം 20 ഇഞ്ച് എടുത്താൽ മതി. 1/2 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ 2 വള്ളിക്കുള്ള തുണിയാണ് ഞാൻ ഈ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി അത് നടുക്ക് ഭാഗത്തുനിന്ന് ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ച് വീതി വരുന്ന പോലെ നമുക്ക് ഇതൊന്ന് നേരെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കണം കേട്ടോ. ടേപ്പ് വെച്ചിട്ട് ഞാൻ വീണ്ടും ഒന്ന് അളന്ന് കാണിക്കുകയാണ് കേട്ടോ. 20 ഇഞ്ച് നീളത്തിലാണ് വള്ളി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വച്ചിട്ട് ഇതാ നമുക്ക് 1/2 ഇഞ്ച് വീതി കിട്ടുന്ന പോലെ മടക്കി കൊടുത്ത് 2 വള്ളി ഒന്ന് തയ്ച്ചെടുത്തോണ്ട് വരണേ. അപ്പോൾ ഞാനിതിങ്ങനെ ഒന്ന് മടക്കി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ വള്ളി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജീൻസിൻ്റെ മേൽഭാഗം എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ആ താഴ്ഭാഗം ഇതുപോലെ അങ്ങ് നേരെ അങ്ങ് ക്ലോസ് ചെയ്യുകയാണേ. ഇതുപോലെ നമ്മൾ നേരെ താഴ്ഭാഗം ക്ലോസ് ചെയ്തതിന് ശേഷം ഇത് കണ്ടോ ഇങ്ങനെ വരുവേ. അപ്പോൾ അവിടെ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാഗിന് വേണ്ട വള്ളിയാണ് ഈ തയ്ച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ബാഗിൻ്റെ താഴ്വശത്ത് നേരെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കണേ. മടക്കിയിട്ട് ആ താഴ്ഭാഗത്ത് നമുക്കൊരു 2 ഇഞ്ച് ഒന്ന് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അത് ഇതുപോലെ ടേപ്പ് എടുത്തിട്ട് 2 ഇഞ്ച് അകലമെടുക്കുക, 2 ഇഞ്ച് നീളവും എടുത്തിട്ട് സ്ക്വയറായിട്ടൊന്ന് വരച്ചിട്ട് അവിടെ കട്ട് ചെയ്തിട്ട് അവിടെ അങ്ങ് ജോയിൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിൻ്റെ വള്ളി ഒന്ന് തയ്ച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ബാഗ് റെഡി ആയിട്ടോ. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ നല്ല വശമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് ആ വള്ളിയും കൂടെ ഒന്ന് തയ്ച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമുക്കൊരു 3 ഇഞ്ച് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊന്ന് 2 സൈഡിലും ഒന്ന് അടയാളം ചെയ്തിട്ട് ഈ വള്ളി അകത്തുനിന്നൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തങ്ങ് വെച്ചാൽ മതി കേട്ടോ.
അങ്ങനെ ഇതാ പഴയ ജീൻസിനെ നമ്മളിതാ കട്ട് ചെയ്ത് മേൽഭാഗം കൊണ്ട് ഇതാ കിഡിലെ ഹാൻഡ് ബാഗാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഫ്രണ്ടിലൊരു പോക്കറ്റ്, ഒന്നല്ല കേട്ടോ, 2 പോക്കറ്റ് ഫ്രണ്ട് വശത്തുണ്ട്, ബാക്കിലും ഇതാ 2 പോക്കറ്റ് ഉണ്ട്. ഇതിനകത്ത് തയ്യലെന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല. നമ്മൾ നേരെ കട്ട് ചെയ്തെടുത്ത് താഴെ വശം ഒന്ന് ജോയിൻ്റ് ചെയ്ത് 2 വള്ളിയും കൊടുത്തപ്പോഴത്തേനും ഒരു ബാഗാക്കി തീർന്നിട്ടുണ്ട്. അപ്പോൾ പഴയ ജീൻസുകൾ കളയണ്ട, നമുക്ക് ഇതുപോലത്തെ ബാഗാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ലേ? നമ്മുടെ സാധാ തയ്യൽ മെഷീനിൽ ഇത് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. ഈ ഈ ജീൻസിൻ്റെ കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, സ്റ്റിച്ചിങ് ചെയ്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മുടെ മെഷീനിൽ, സാധാ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ജീൻസിൻ്റെ ബാലൻസ് ഉള്ള ഭാഗം നമുക്ക് ഇനി അത് കളയണ്ട. ജീൻസിൻ്റെ തുണി നല്ല തുണിയല്ലേ. അപ്പം ഞാൻ ഒരു ഭാഗം ഇതുപോലത്തെ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ വള്ളിയാക്കി. അതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ എടുത്തിരിക്കുന്നത്. അത് നേരെ ഓപ്പൺ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഞാനൊന്ന് ആ താഴെ വീതിയുള്ള ഭാഗം നോക്കി ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ടിട്ടുണ്ട്. അത്രയും ഭാഗം വെച്ചിട്ടൊന്ന് നമുക്ക് ആദ്യം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരെ ഒന്ന് രണ്ടായിട്ട് ഒന്ന് മടക്കി കൊടുക്കണം. മടക്കി കൊടുത്തിട്ട് താഴെ വശം ഒന്ന് ചെറിയൊരു യു പോലെ ഒന്നാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊരു ചെറിയൊരു സ്ലിം ബാഗ് ആക്കി എടുക്കാം. ജീൻസിൻ്റെ തുണിയാകുമ്പോൾ നല്ലതല്ലേ, സ്ലിം ബാഗ് തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും. അത് ഭംഗിയാക്കാൻ വേണ്ടി കുറച്ച് കലാപരിപാടിയും കൂടെ ഞാൻ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഊഹം വെച്ചിട്ട് താഴെ വശത്തുനിന്ന് ഒരു റൗണ്ട് പോലെ ആക്കിയിട്ടുണ്ട്, മേലോട്ട് ചെറുതായിട്ടൊന്ന് ചരിച്ചൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് ടേപ്പ് വെച്ച് ഇഞ്ചും കാര്യങ്ങളൊന്നും അളകേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ വരും, ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ആകും എന്നുള്ള രീതിയിൽ അങ്ങ് ചെയ്തുകൊണ്ടാൽ മതി. ഇതൊക്കെ ഒരു രസമാണ്. നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ബാഗുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ ഇതുപോലുള്ള ബാഗുകളൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമല്ലേ. അതാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്തുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എൻ്റെ താഴെ വശം ഓപ്പൺ ചെയ്യുക. ഞാൻ ഇച്ചിരൂടെ കഴിഞ്ഞാണ് ഓപ്പൺ ചെയ്യുന്നത്. അത് ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ആ സെയിം അളവിൽ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെൽവെറ്റിൻ്റെ തുണി ഇവിടെ ഇരുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ വെൽവെറ്റിൻ്റെ തുണി ഞാൻ ചെറിയൊരു ഹാർട്ട് വരച്ച് കൊടുത്തിട്ട് കത്രിക വെച്ച് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനി 2 കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്ക്വയറായിട്ട് ചെറിയൊരു പീസ് ജീൻസിൻ്റെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ആ ജീൻസിൻ്റെ തുണിയുടെ 4 സൈഡും മടക്കി തയ്ക്കണം. മടക്കി തയ്ച്ചിട്ട് നമ്മുടെ സ്ലിം ബാഗിൻ്റെ ഫ്രണ്ട് വശം വരുന്നിടത്ത് ചെറിയ സ്ക്വയറായിട്ട് ഒരു പോക്കറ്റ് കൊടുക്കാനാണ്. ആ പോക്കറ്റിൻ്റെ മേളിൽ ഒരു ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഹാർട്ടിൻ്റെ ചിഹ്നം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. വെൽവെറ്റ് തുണിയാകുമ്പോൾ അതങ്ങനെ തന്നെ തയ്ച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാകും കേട്ടോ. ഞാനൊരു രസത്തിന് അങ്ങ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾ ഇതുപോലെ ഹാർട്ട് വെക്കാൻ വേണ്ടിയിട്ട് വെൽവെറ്റ് തുണിയൊന്നും തിരക്കി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഫ്രണ്ടിൽ സ്ലിം ബാഗിൻ്റെ പോക്കറ്റ് കൊടുക്കണം താല്പര്യമുള്ളവർ കൊടുക്കുക. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നമ്മുടെ കയ്യിൽ കുറച്ച് പീസ് തുണി വെൽവെറ്റിൻ്റെ ഇരുന്നുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആ സ്ക്വയറായിട്ട് നമ്മൾ പോക്കറ്റ് കൊടുക്കാൻ തുണി നമ്മൾ 4 സൈഡും തയ്ച്ചെടുത്തു. അതിൻ്റെ മേളിൽ നിന്ന് ഒരു ഹാർട്ടിൻ്റെ രൂപത്തിൽ തന്നെ നമ്മളതങ്ങ് തയ്ച്ച് വെച്ച് അതങ്ങനെ ഇരുന്നോളും, പോകത്തില്ലേ. ഇനി അടുത്തത് അതിൻ്റെ താഴെ വെച്ച് അതിൻ്റെ താഴെ ഒന്നും കൂടെ വെച്ചിട്ട് ഇതുപോലെ കോണോടായിട്ടിരിക്കുന്ന പോലെ ഇത് മേളിൽ കൂടെ നമ്മുടെ തയ്യൽ മെഷീൻ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാഗിൻ്റെ ഫ്രണ്ട് വശം വരുന്നിടത്ത് നമുക്കത് നേരെ വെച്ചിട്ട് അതിൻ്റെ 3 സൈഡും കൂടെ ഒന്ന് തയ്ച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്ലിം ബാഗ് കാണാനും ഒരു ഭംഗി ഉണ്ടാകും, ഒരു ചെറിയൊരു വെറൈറ്റിയും വരുമല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പറ്റും കേട്ടോ. ഈ ഒരു ജീൻസിൻ്റെ തുണി തന്നെ നമുക്ക് ഇതുപോലെ ചെറിയ ഹാർട്ടായിട്ട് കട്ട് ചെയ്തിട്ട്, ഇപ്പോൾ ജീൻസിൻ്റെ തുണി എന്ന് പറയുമ്പോൾ 2 സൈസ് കളർ പോലെയല്ലേ തോന്നിക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് കളർ വരുന്ന പോലെ ഈ ഹാർട്ടിൻ്റെ ചിഹ്നം ഇങ്ങനെ നമുക്ക് തിരിച്ച് തയ്ച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അത്രയൊന്നും നിങ്ങളോട് കഷ്ടപ്പെടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഞാൻ എൻ്റെ ഐഡിയപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ ബാഗിൻ്റെ ഫ്രണ്ട് വശത്ത് ഞാനൊരു പോക്കറ്റ് തയ്ച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് സിബ് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ മെയിൻ ഓപ്പൺ വരുന്നിടത്ത് നമുക്ക് സിബ് കൊടുക്കുക. അപ്പോൾ സിബ് എടുത്തിട്ട് ഇതുപോലെ നേരെ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈനിങ് എടുക്കുക. അപ്പോൾ ഞാൻ ബാഗിൻ്റെ തുണി താഴ്വശം ഇങ്ങനെ ക്ലോസ് ആയിരുന്നാണ്, അവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി 2 പീസാക്കി എടുത്തു കേട്ടോ. ഇനി ഇതുപോലെ ലൈനിങ് ആ ഒരു സിബിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ നേരെ അങ്ങ് തയ്ക്കുക. നേരെ അങ്ങ് തയ്ച്ചിട്ട് ലൈനിങ് ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് നല്ല വശത്തോടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം കേട്ടോ. അപ്പോൾ അത്രയും ഒന്ന് നമുക്ക് ചെയ്തെടുത്തുകൊണ്ട് വരാം.
ഒരു വശത്ത് നമ്മൾ സിബ് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സിബിൻ്റെ ആ വശത്തായിട്ട് നമുക്കിത് ലൈനിങ് ഇതുപോലെ താഴ്ഭാഗത്ത് വയ്ക്കുക. എന്നിട്ട് ഇനി ഇത് നമുക്കൊന്ന് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് സിബിൻ്റെ മേൽഭാഗത്തായിട്ട് നമുക്ക് അടുത്ത പീസ് വെക്കുക. നമ്മുടെ ജീൻസിൻ്റെ പീസ് വെക്കുക. ഇതുപോലെ വെക്കണേ. താഴെ വശത്ത് ലൈനിങ് വന്നു, മേളിൽ വശത്ത് നമ്മുടെ ജീൻസിൻ്റെ തുണി വന്നു. എന്നിട്ട് അത് ഇതുപോലെ നേരെ അങ്ങ് തയ്ക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ജീൻസിൻ്റെ തുണി നമ്മൾ സിബുമായിട്ട് നേരെ പിടിപ്പിച്ചിട്ട് ലൈനിങ് ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് നമ്മൾ മേളിൽ കൂടെ പതിച്ച് തയ്ച്ചില്ലേ, അതേപോലെ തന്നെ ഇതും ഇങ്ങനെ നമുക്ക് ആ ലൈനിങ് ഇതുപോലെ ആക്കിയിട്ട് നമുക്കിതിൻ്റെ നല്ല വശത്തൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണേ. എന്നിട്ട് നമ്മൾക്ക് ഈ അടുത്തത് ചെയ്യാനുള്ളത് നമ്മുടെ സ്ലിം ബാഗിൻ്റെ വള്ളിയാണ് കേട്ടോ. സ്ലിം ബാഗിൻ്റെ വള്ളിക്ക് നല്ല നീളമുണ്ട് കേട്ടോ. അപ്പോൾ ബാഗിൻ്റെ വള്ളി ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലിം ബാഗിൻ്റെ വള്ളിയുടെ നീളം വരുന്നത് 52 ഇഞ്ചാണ് വരുന്നത്. 1/2 ഇഞ്ച് വീതിയിലാണ് വള്ളി ഞാൻ തയ്ച്ച് വെച്ചിട്ടുള്ളത്. ആ വള്ളിയാണ് ഇനി ഇതിൻ്റെ ഈ 2 സൈഡിലായിട്ട് നമ്മൾ ആ സിബ് പിടിപ്പിച്ചതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു സൈഡ് ഇതുപോലെ വള്ളിയുടെ ഒരു സൈഡ് ഇതുപോലെ വയ്ക്കുക. അടുത്ത വള്ളിയുടെ സൈഡ് എടുത്ത് അടുത്ത ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണേ. അപ്പോൾ 2 സൈഡിലായിട്ട് വള്ളി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ വള്ളി അതുപോലെ തന്നെ നടുക്ക് വയ്ക്കുക. ഇനി നമ്മുടെ ജീൻസിൻ്റെ തുണി, ബാഗിൻ്റെ തുണി, അത് രണ്ടും കൂടെ ഇതുപോലെ ഒരുപോലെ പിടിക്കുക. ലൈനിങ് ഒരു വശത്തേക്കും ജീൻസിൻ്റെ തുണി ഒരു വശത്തേക്കും ആക്കുക. എന്നിട്ട് ലൈനിങ്ങിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ആക്കിയിട്ടിട്ട് ബാക്കി റൗണ്ടായിട്ട് ഫുള്ളായിട്ട് തയ്ക്കണം. ലൈനിങ്ങിൻ്റെ ഇപ്പോൾ താഴെ വശത്ത് കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ആക്കി, എന്നിട്ട് നമുക്ക് അതിലൂടെ നല്ല വശമാക്കി ബാഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ കുറച്ച് ഓപ്പൺ ആക്കി ഇടുന്നത്. ഇങ്ങനെ റൗണ്ടായിട്ട് ആ ഒരു ആകൃതിയിൽ തന്നെ നമുക്ക് റൗണ്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ഇട്ട ഭാഗത്തൂടെ നമ്മൾ ബാഗ് നല്ല വശമാക്കി എടുക്കണം. നല്ല വശമാക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ ഓപ്പൺ വന്നിരിക്കുന്ന ഭാഗം നമുക്കത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യണം. ഇപ്പോൾ അതുപോലെ റൗണ്ടിൽ തയ്ച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നല്ല വശമാക്കി എടുക്കുന്നത് കേട്ടോ. കൈയിട്ട് നല്ലവണ്ണം നല്ല വശമാക്കി കഴിഞ്ഞിട്ട് ആ ബാഗിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കൈ ഇട്ടിട്ട് നല്ല ഷേപ്പാക്കി എടുക്കണേ. ഇപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ നല്ല ഷേപ്പാക്കി എടുക്കണം കേട്ടോ. ഇങ്ങനെ ഷേപ്പാക്കി എടുത്തിട്ട് ആ ലൈനിങ്ങിൻ്റെ ഭാഗം ക്ലോസ് ചെയ്തിട്ട് പിന്നെ ആ ബാഗിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആ ലൈനിങ് അങ്ങ് ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ ആ ഓപ്പൺ കുറച്ച് ഭാഗം ഉണ്ടായിരുന്നല്ലോ ബാഗ് തിരിച്ചെടുത്ത്, അവിടെയാണ് ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അവിടെ ചെയ്തിട്ട് ഇത് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ബാഗിൻ്റെ ഉള്ളിലേക്ക് ആക്കി ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലിം ബാഗിൻ്റെയും തയ്യൽ കേട്ടോ. അപ്പോൾ പഴയ ജീൻസിൽ നമ്മൾ ആദ്യം ഹാൻഡ് ബാഗ് റെഡിയാക്കി എടുത്തു. അതിനുശേഷം നമ്മളിത് സ്ലിം ബാഗ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു വെറൈറ്റി ഒരു ബാഗല്ലേ. ഫ്രണ്ടിലൊരു 3 ഹാർട്ടൊക്കെ വരുന്നു, ഫ്രണ്ടിലൊരു പോക്കറ്റുണ്ട്. സിബ് വെച്ചെടുത്ത് നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വിട്ടുകൊണ്ട് നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ഒരു സ്ലിം ബാഗ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ 2 ബാഗ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഹാൻഡ് ബാഗും സ്ലിം ബാഗും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ജീൻസിൻ്റെ നമ്മൾ ഒട്ടും കളയാതെ നമ്മൾ 2 ബാഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജീൻസിൻ്റെ ഒരു കുറച്ച് തുണിയും കൂടെ ഉണ്ട്. നമ്മൾ ആദ്യം വള്ളി കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ കുറച്ച് ബാലൻസ് നീളത്തിൽ തുണിയുണ്ട് കേട്ടോ. ആ തുണിയും നമ്മൾ വെച്ചിട്ട് നമ്മുടെ തലയിലിടുന്ന നമുക്ക് ബണ്ണ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഹാൻഡ് ബാഗും നമ്മുടെ സ്ലിം ബാഗും പെട്ടെന്ന് എങ്ങനെയാണ് റെഡിയാക്കിയെന്ന് കണ്ടല്ലോ എല്ലാവരും. അപ്പം പഴയ ജീൻസുകളൊന്നും കളയണ്ട, ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമ്മുടെ ആ ബാലൻസ് ഉള്ള തുണി ഞാനത് നേരെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എലാസ്റ്റിക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്യുക. ആദ്യം ജോയിൻറ്റ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് രണ്ടായിട്ട് ഇതൊന്ന് മടക്കി തയ്ച്ചെടുത്തിട്ട് എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് എലാസ്റ്റിക് ഒന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തലയിലൊക്കെ ഇടുന്ന നമ്മുടെ ഹെയർ ബണ്ണും റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ജീൻസിൻ്റെ ഒട്ടും തന്നെ നമ്മൾ കളയാതെ എങ്ങനെ നമ്മുടെ ആ ജീൻസ് നമ്മൾ ഉപകരിക്കുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത് ഇവിടെ കേട്ടോ. ജീൻസിൻ്റെ തുണി എന്നൊക്കെ പറയുമ്പോൾ നല്ല തുണിയല്ലേ, കുറേ ലാസ്റ്റ് ചെയ്യുന്ന തുണിയല്ലേ. അപ്പോൾ നമുക്കത് കളയാൻ തോന്നത്തില്ല. അപ്പോൾ അത് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിട്ട് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല വശമാക്കി എടുക്കുക. നല്ല വശമാക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. നല്ല വശമാക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം എലാസ്റ്റിക് ഇട്ട് കൊടുത്ത് അതൊന്ന് ജോയിൻറ്റ് ചെയ്ത് വെക്കുക. ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ എലാസ്റ്റിക് ഇട്ട ഭാഗം ഓപ്പണാണ്. അത് മെഷീനിൽ വെച്ച് തയ്ക്കാൻ പാടാണെങ്കിൽ ഒന്ന് ഹെമ്മിങ് ചെയ്ത് റൗണ്ടിലൊന്ന് തയ്ച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഞാൻ എലാസ്റ്റിക് ജോയിൻറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ആക്കിയിട്ട്
ആ ഓപ്പൺ വരുന്ന നമ്മൾ എലാസ്റ്റിക് ഇട്ട ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് മെഷീനിൽ തയ്ക്കാൻ പാടാണെങ്കിൽ കൈ കൊണ്ട് തയ്ച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള ഹെയർ ബണ്ണും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീൻസിൻ്റെ ഒട്ടും തന്നെ നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടില്ല. ഇത് കണ്ട നല്ല ഒരു ഹെയർ ബണ്ണ് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും നമ്മുടെ ആ ജീൻസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ആക്കി തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ജീൻസിൻ്റെ മേൽവശത്ത് അടിപൊളി ഹാൻഡ് ബാഗ് ആയിട്ടുണ്ട്. ജീൻസിൻ്റെ താഴ്വശം കൊണ്ട് നമ്മൾ അടിപൊളി സ്ലിം ബാഗും ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ബാലൻസ് വന്ന് നമ്മൾ ഹെയർ ബണ്ണും ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴയ ജീൻസുകൾ വീട്ടിലുണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കളയാൻ എടുക്കുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗമുണ്ട് എന്നൊന്ന് ഒരു വട്ടം ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ സാധാ മെഷീനിൽ ഇതെല്ലാം തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ജീൻസിൻ്റെ തുണി ഇനി സാധാ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ പാടാന്നൊന്നും പറഞ്ഞ് ആരും ഇരിക്കണ്ട. ജീൻസിൻ്റെ ആ സ്റ്റിച്ചിങ് വരുന്നതെന്ന് വെച്ചാൽ കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മുടെ മെഷീനിൽ സാധാ മെഷീനിൽ തയ്ച്ചെടുക്കുക. എൻ്റെ മെഷീൻ സാധാ മെഷീനാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. അപ്പോൾ അടിപൊളി ഹാൻഡ് ബാഗും അടിപൊളി സ്ലിം ബാഗും പിന്നെ തലയിലിരുന്ന ഹെയർ ബണ്ണും ഞാൻ ആ ജീൻസ് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.